ഒരു കുടുംബം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടിസ്ഥാനപരമായ ചില ഘടകങ്ങളുണ്ട്. കുറച്ച് പണം അതിനാവശ്യമുണ്ട്. പാർപ്പിടം, ഭക്ഷണം, ഡ്രസ്സ്, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ അത്യാവശ്യങ്ങൾക്ക് ആവശ്യമുള്ള പണം വരുമാനം വന്നിരിക്കണം. ഇല്ലെങ്കിൽ വലിയ വിഷമമാണ് മുന്നോട്ട് കൊണ്ടുപോവുക, പ്രയാസം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ഥലമോ മറ്റു ഉദ്യോഗമോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ നേടിയെടുത്തേ പറ്റൂ. വരുമാനം ഉദ്യോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നല്ലത് തന്നെ. കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. സർക്കാരിലും പ്രൈവറ്റിലും കിട്ടും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഒരു ഉദ്യോഗം ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? എത്ര പേർക്ക് ഉദ്യോഗം കിട്ടും? 100 ഒരാൾക്ക് പോലും കിട്ടുകയില്ല. 100 ഒരു 4 പേർക്ക് പോലും കിട്ടുകയില്ല. അത്ര അപൂർവമായിട്ടൊരു ഉദ്യോഗം കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കൃഷിയാണ്. അതിന് സ്ഥലം വേണം. അല്ലെ പാട്ടത്തിനത് കൃഷി ചെയ്യുക. അതറിഞ്ഞിരുന്നാൽ മതി. വലിയ പാഠമൊന്നും വേണ്ട. ചെയ്ത് ശീലിക്കാൻ പെട്ടെന്ന്. സഹായം വേണ്ടി ഒന്ന് അന്വേഷിക്കാം. എന്നാൽ ചെറിയ ചെറിയ ബിസിനസ്സുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിത്യേന നമ്മൾ പണം വന്നുകൊണ്ടേയിരിക്കും. എത്ര ചെറിയ ബിസിനസ് ആയാലും. വലിയ ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയുള്ള നല്ല പഠനം ആവശ്യമുണ്ട്. ഒത്തിരി മുൻകരുതൽ ഉണ്ട്. നിയമപരമായ കാര്യങ്ങൾ നോക്കണം. പണം ഒത്തിരി ചിലവാക്കുമ്പോൾ റിസ്ക്കാണ്. അത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് മാത്രം കുടുംബങ്ങൾ കഴിയുന്ന ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. ബോംബെ പോലുള്ള നഗരങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും ഒരു ബിസിനസ്സാക്കി അവരതുകൊണ്ട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. എന്നാൽ നമുക്കിവിടെ ചെയ്യാവുന്ന ചെറിയ ബിസിനസ് എന്ത് വേണമെങ്കിലും 500 മുതലുള്ള ബിസിനസ്സുകളുണ്ട്. എന്തും ചെയ്യാം. വരുമാനമാണ് പ്രധാനം. ദുരഭിമാനം എന്ന് പറയുന്നതൊന്നും പാടില്ല. അത് ആദ്യം എടുത്ത് താഴെ വെക്കണം. ഒരു കഥയില്ല. നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പാസ്സാക്കുന്ന അഭിപ്രായമൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം സാമൂഹ്യ മര്യാദകളും നിയമവും പാലിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും നമ്മൾ കുറയ്ക്കാനാവില്ല. നമ്മൾ സ്വയം ആ കുറവ് ഏറ്റെടുക്കാതിരുന്നാൽ മതി. ആരെന്ത് പറഞ്ഞാലും നമുക്ക് ന്യായത്തിനും നീതിക്കും അനുസരിച്ചുള്ള രീതിയിൽ ഏത് തൊഴിലും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവിടെ. ധാരാളം പേരാണ്. അവരൊക്കെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. വളരെ കഷ്ടപ്പാടിൽ ഒരു കാലം ജീവിച്ചവർ അത് വളരെ വേഗം അവർ വരുന്നു, മുന്നോട്ട് വരുന്നു. നല്ല സാമ്പത്തികശേഷിയാകുന്നു. ധാരാളം സ്ഥലങ്ങൾ വാങ്ങുന്നു. വലിയ ബിസിനസ് ആകുന്നു. ഇതൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. കഴിഞ്ഞ 50 കൊല്ലം മുമ്പ് നടന്നൊരു കഥയാണിത്. ഒരു ചെറിയ ജംഗ്ഷനാണ്. അതിനടുത്ത താമസം. ഒരു കൊച്ചു വീടുമൊക്കെ വെച്ച് ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട്. 3 മക്കളുണ്ട്. അങ്ങനെ കൊച്ചു പിള്ളേരാണ്. പുള്ളിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അത് 10 സെൻറ്റോ എങ്ങാണ്ടേ ഉള്ളൂ. അവിടെ ചെയ്യാവുന്ന പച്ചക്കറി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. വിൽക്കാനൊന്നുമില്ല. ചേമ്പോ ചേനയോ കപ്പയോ ഒക്കെ ഇടുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് പുള്ളി അവിടെ ഇവിടെയൊക്കെ പോയി സാധനങ്ങൾ കൊല വാങ്ങുക, ഒട്ടുപാൽ വാങ്ങുക, അങ്ങനെയൊക്കെ വിറ്റിരുന്ന ഒരാൾ. പുള്ളിക്കാരനൊരു ഐഡിയ തോന്നി. ഒരു ചെറിയ മാടം എന്ന് പറയുമ്പോൾ ദീർഘനേരത്തിലുള്ള ഒരു ചെറിയ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി പോലെ ഇരിക്കും. അത് മുന്നോട്ടിരിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് പോലെ ഒരു ഭാഗം കൂടെ ഉണ്ട്. അതിനകത്ത് ഈ മാടത്തിനകത്ത് ഒരാൾക്ക് ഇരിക്കുകയും ചെയ്യാം. ഇത് ചെറുതും വലുതും ഒത്തിരി ഉണ്ട്. ഇതിൽ ചെറിയ ഒരെണ്ണം 100 രൂപ കൊടുത്ത് വാങ്ങിച്ചു. 100 രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. അക്കാലത്തൊക്കെ അങ്ങനെയൊക്കെ വിലയുള്ളൂ. ഇത്തിരി ചെറുതുമാണില്ലത്, പഴയതുമാണ്, കൂടിയ അടിയൊന്നുമല്ല. അതുകൊണ്ട് അടുത്തുള്ള ഒരു ജംഗ്ഷൻ 3 റോഡ് ഒന്നിച്ച് ചേരുന്നതാണ്. അവിടെ വസ്തു ഉടമയുടെ അവിടെ വലിയ ബിൽഡിങ്ങൊന്നുമില്ല, എന്തോ ചെറുതൊക്കെ ഉണ്ട്. അവിടെ ഒരു വസ്തു ഉടമയുടെ അനുവാദത്തോടെ അവിടെ വെച്ചു ആ മാടം. ചെറിയ ബിസിനസ്. അവിടെ സോഡ, നാരങ്ങ വെള്ളം, ഒരു കൊല എപ്പോഴും പഴുത്ത് അവിടെ കെട്ടി തൂക്കുക. അതുപോലെ മുറുക്കാൻ, ബീഡി, ഇതൊക്കെ കൊണ്ടുവച്ച് തീപ്പെട്ടി, ഇതൊക്കെ കൂടെ വെച്ച് ഇപ്പോൾ രാത്രി വരുന്നവർക്ക് അതിൽ വന്ന് സഞ്ചരിക്കാൻ ആവശ്യം മെഴുതിരി, ഇതിനെല്ലാം പറ്റുന്നതെല്ലാം കൂടെ വാങ്ങിച്ച് ചെറിയൊരു പ്രസ്ഥാനം. രാവിലെ അവിടെ വരും. 7 മണി കഴിയുമ്പോൾ വന്നാൽ രാത്രി 8 മണി കഴിഞ്ഞ് അടയ്ക്കുള്ളൂ. അതുവരെ ആൾക്കാരിങ്ങനെ കുറേശ്ശെ കൂടി വന്നു, കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. ചെറിയ വരുമാനമായി. അപ്പം വലിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ല. ന്യായമായിട്ട് വീട് വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന വീട് അതുപോലെ തന്നെ ശകലം കൂടെ മെച്ചപ്പെട്ടോ കഴിഞ്ഞു പോകുന്നു. പുള്ളി അവിടെ ഇരുന്ന് എല്ലാം മുറുക്കാനെല്ലാം കൂടി കൊടുക്കും. അവിടെ ഇവിടെ എല്ലാം ചെന്ന് സാധന സാമഗ്രികളൊക്കെ വെളുപ്പിന് പോയി വാങ്ങും, അല്ലെങ്കിൽ കട അടച്ചിട്ട് പോയി വാങ്ങും രാത്രി കാലങ്ങളിൽ. അങ്ങനെ
ആ മനുഷ്യൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് തൊട്ടടുത്ത് അവിടെ ഒരു വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം, അവിടെ ചെറിയ ഏതാണ്ടൊരു വീട് പോലെയുണ്ട്. പണ്ടെങ്ങാണ്ട് ആരാണ്ട് ചെറിയ ബിസിനസ് മുറുക്കാൻ കടയാണ് നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പം ഇല്ല. അത് വിൽക്കാൻ പോവാണെന്ന് അറിഞ്ഞു. അദ്ദേഹം അതിന് വില പറഞ്ഞു. അന്നൊക്കെ വസ്തുക്കൾക്ക് വില വളരെ കുറവാണ്. അദ്ദേഹം അത് വാങ്ങി. ചെറിയ തുകയ്ക്കാണ് വാങ്ങിയത്. അത് പറഞ്ഞില്ല എത്രയെന്ന്. ചെറിയ തുകയ്ക്കാണ് വാങ്ങിയത്. അത് കിട്ടിക്കഴിഞ്ഞ് ബാങ്കിൽ നോക്കി. ബാങ്കുകാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന്, ബഹുരീയ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ലോൺ കിട്ടി. അദ്ദേഹം ഒരാളെ കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വരയ്ക്കുകയും ചെയ്യുന്നൊരു എഞ്ചിനീയർ എന്ന് പറയാവുന്ന ഒരു നാട്ടിലെ ഒരു പ്രമാണിയാണ്. പുള്ളിയോട് പറഞ്ഞപ്പോൾ 4 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള പണമില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഫൗണ്ടേഷൻ ഇച്ചിരി കൂടിയാൽ വലിയ ബലമില്ല, കുറച്ച് സ്ഥലമാണ്, അത് ഞാനത് കൈകാര്യം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. 1 നില പണിതെടുത്തു. അതിനകത്ത് 2 മുറി എടുക്കാൻ തക്ക വീതിയിലുള്ളായിരുന്നു. 3.5 സെൻറ്റാ അവിടെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കളഞ്ഞിട്ടായത് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്ത് അതിൽ അവിടെ കുറച്ചുകൂടെ ബിസിനസ്സായി. ഒരു ചെറിയ രീതിയിൽ കുറച്ചുകൂടെ ഒരു പലചരക്ക് ഐറ്റംസ്, ഒരു ശകലം 1 ചാക്കരി വാങ്ങിച്ചു നോക്കും. 1 ചാക്കരി, ശകലം ഉപ്പ്, മുളക്, അതെല്ലാം കൂടെ വാങ്ങിച്ചു വെച്ചു. ഇതെല്ലാം കച്ചവടമായി. അയ്യോളം അവിടെ പുള്ളി തന്നെ ഉള്ളൂ. അങ്ങനെ കച്ചവടം ചെയ്ത് 2 കൊല്ലം ഇരുന്നു. ഓരോ ദിവസം ചെല്ലുന്നതനുസരിച്ച് വികസിച്ചുകൊണ്ടേ വന്നു. 2 മുറി ഉണ്ടെങ്കിലും വാടകയ്ക്കൊന്നും കൊടുത്തില്ല. ചെറിയ 2 മുറിയാണ്. അത് പുള്ളി തന്നെ ഉപയോഗിച്ചു. അവിടെ കൂടെ വ്യാപിച്ചിട്ട് അത് നിറയെ സാധനങ്ങളായി 2 കൊല്ലമായപ്പോഴേക്ക്. അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്ത ഒരു ചെറിയ സ്ഥലം കൂടെ വിൽക്കാൻ ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ചു. അങ്ങനെ അതും പുള്ളിയുടെ കസ്റ്റഡിയിലായി. അങ്ങനെ ആ രീതിയിലെങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ലോണൊക്കെ അടയ്ക്കുന്നുണ്ട്. കാര്യങ്ങൾ ഒത്തിരി കച്ചവടമായി. ഇങ്ങനെ 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പിള്ളേരൊക്കെ പഠിച്ച് ഒരുമാതിരിയായി ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ ഡിഗ്രിക്ക് വിട്ടു. അവരൊക്കെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടി. ഇതുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നുമില്ല വരുമാനം. ഈ ഒരൊറ്റ കട കൊണ്ട് ഉയർന്ന വിധം എല്ലാവർക്കും 3 പേർക്കും കിട്ടി. 3 പേരും ഇപ്പോൾ ആ സ്ഥലത്ത് തന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 3 ബിൽഡിങ്ങാണ് പണിതേക്കുന്നത്. 3 ബിൽഡിങ്, 2 നില ബിൽഡിങ്ങാണ്. ഈ 2 നിലയ്ക്കകത്തും അവരുടെ തന്നെ ബിസിനസ്സാണ്. നല്ല രീതിയിൽ നടക്കുന്നു. നല്ല വരുമാനവും, അവരവർക്ക് വണ്ടിയായി, എല്ലാ സൗകര്യങ്ങളുമായി. അപ്പം എത്ര ചെറുതാണെങ്കിൽ ഇയാൾക്ക് ഇത് ആദ്യം തുടങ്ങിയാൽ 5ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. അന്ന് പഠിക്കാൻ പണമില്ലായിരുന്നു. അവൻ സ്കൂളിലൊന്നും പോയില്ല. അങ്ങനെ ബുദ്ധിമുട്ടി 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളാണ് ഇത്രയും കരുപിടിപ്പിച്ചത്. നല്ല രീതിയിൽ കഴിയുന്നിപ്പോൾ. 3 പേർക്കും 3 വീടായി 3 സ്ഥലത്ത്. ആ സ്ഥലം മേടിച്ചതാണ്. ഈ കട അടക്കിയിരിക്കുന്ന സ്ഥലവും മേടിച്ചതാണ്. അവരുടെ സ്ഥലമായത്. വീടിനും വെവ്വേറെ സ്ഥലം മേടിച്ചു. എല്ലാം ആ ഒരു ഏരിയയിൽ തന്നെ, ആ ഒരു പഞ്ചായത്തല്ല 2 പഞ്ചായത്തിലായിട്ട്. അത്ര വികസിച്ചു ബിസിനസ് കൊണ്ട്. ഏത് ബിസിനസ്സും ആർക്കും ചെയ്യാം ആവശ്യമെങ്കിൽ. ഇതൊക്കെ നേരിൽ കണ്ടയാളാണ് ഞാൻ. എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ലാഭമല്ല, നഷ്ടമേ വരികയില്ല. വലിയ ബിസിനസ്സിലാണ് നഷ്ടം വരാവുന്നത്. അത് നോട്ടക്കുറവ് കൊണ്ട് മാത്രമാണ്. അത് മുൻകൂട്ടി കണക്കൂട്ടിൽ തെറ്റിയതുകൊണ്ടാണ്. അതിൻ്റെ വശങ്ങൾ ശരിക്കും പഠിക്കാതെ തുടങ്ങുന്നതാണ് ഈ വലിയ ബിസിനസ് കോട്ടം വരുന്നത്. ചെറിയ ബിസിനസ് ഒന്നും ഒരു നഷ്ടവും വരികയില്ല. അതൊന്നും പഠിക്കുക പോലും വേണ്ട. അക്ഷരം പഠിക്കാത്തിട്ടില്ലാത്ത ആളുടെ പോലും ബിസിനസ് കൊണ്ടുപോകാം. നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വികസിച്ച് വരും. കുറേയേറെ വികസിക്കുമ്പോൾ വേറെ ആളുടെ സഹായം അഭ്യർത്ഥിക്കാമല്ലോ. അങ്ങനെ മുന്നോട്ട് പോകാം. ഈ രീതിയിലെങ്കിലും ഇവിടുത്തെ ആളുകൾ ഇതൊന്ന് മുന്നേറണം. അത് ഓരോരുത്തരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, അത് കാണുമ്പോഴാണ് അത് ഓർമ്മ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിശ്ചയമായിട്ട് ഈ കാര്യത്തിൽ മുന്നേറണേ. പുറകോട്ട് പോവുകയും ചെയ്യില്ല. ഒരു കാര്യത്തിലും പുറകോട്ട് പോകില്ല. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന നാവും കൈയും കാലിലും ചലിപ്പിക്കാനുള്ള ശേഷിയും ഇത്ര മാത്രം മതി. ഇത്രയും കൈമുതലായുള്ളവരൊരു രംഗത്ത് മുന്നോട്ടാൻ ഒരു വിഷമവുമില്ല. ലോകത്തിൽ നിന്ന് വൻ ബിസിനസ്സുകൾ എല്ലാം തുടങ്ങിയത് തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ്. ഇന്ന് വലിയ വലിയ കമ്പനികൾ ലോകം മുഴുവനുള്ളത്. അതിൽ ചില ഹൈസ്കൂൾ ക്ലാസ്സുകൾ പോലും ചെല്ലാത്തവരുണ്ട്. ഹൈസ്കൂൾ ക്ലാസ് പൂർത്തിയായി SSC ലെവലിൽ പഠിച്ചവരുണ്ട്. ഡിഗ്രിക്കാരെ എണ്ണത്തിൽ വളരെ കുറവാണ്. അത് നമ്മൾ അറിയണം. ബിസിനസ് നല്ലതാണ്. അതൊരു റിസ്ക്കാണ്, സുഖമുള്ള റിസ്ക്കാണ്, നല്ലതാണത്. പൈസ ഇല്ലാത്ത ഒരു റിസ്ക് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ പകുതിയേ ഉള്ളൂ ബിസിനസ് കൊണ്ടുള്ള റിസ്ക്. അതൊന്ന് അറിയണം. ഇത്
വെറുതെ പറയുന്നതല്ല. ഇത് ശരിയായ പഠനത്തിൻ്റെ പുറത്ത് പറയുന്ന വിഷയമാണ്. അത് ദയവായിട്ട് പണത്തിന് ബുദ്ധിമുട്ടെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കാതെ റിസ്ക് എടുക്കുക, അല്പം ചെറിയ റിസ്ക് എടുക്കുക. അതിലൂടെ ഒത്തിരി പണം കൈവരും, ഒത്തിരി ജീവിതം മുന്നോട്ട് പോകും. അടുത്ത തലമുറയെപ്പോലും വളർത്തിയെടുക്കാനത് ആവശ്യമാണ്. ഈ ബിസിനസ് പാരമ്പര്യം അടുത്ത തലമുറയിലേക്ക് പകർന്നു വരും. അവരൊക്കെ ഒന്നിലൊന്ന് വികസിച്ച് വരും. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അല്ലാതെ ഉദ്യോഗത്തിൻ്റെ പുറകെ നടന്ന് കാലം കളയരുത്. ഒരു ഉദ്യോഗസ്ഥന് ഒരു പ്രതിഭയും വികസിക്കുന്നില്ല. അവന് ശമ്പളം വാങ്ങിച്ചു, ചിലവഴിക്കുന്നു, ഇങ്ങനെ യന്ത്രം പോലെ ജീവിക്കുന്നു. ആരെങ്കിലും പറയുന്നു അത് ചെയ്തു കൊടുത്താൽ ആ കാര്യം കിട്ടും മാസാമാസം. ഇതല്ല. ഇതെന്ന് പറഞ്ഞാൽ പ്രതിഭ വികസിക്കും. ഇവൻ ഏത് കാര്യത്തും കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി ഏത് മേഖലയിലും ഈ ഒരു ബിസിനസ്സുകാരന് വരും. കൊച്ചൊരു ബിസിനസ്സുകാരന് പോലും കപ്പലണ്ടി വറുത്ത് വിൽക്കുന്നവന് പോലും മിടുമിടുക്കനായിരിക്കും അവൻ. ഒന്ന് മുട്ടി നോക്കിയാൽ അറിയാം. അവരെ ഒന്നും അതിജീവിക്കാൻ സംസാരം കൊണ്ടോ കാര്യങ്ങളുടെ നടത്തിപ്പ് കൊണ്ടോ ഒരു സാധാരണക്കാരൻ, ഒരു MA-ക്കാരൻ, സാധാരണ തൊഴിലില്ലാത്തവൻ പറ്റുന്ന കാര്യമല്ല. അത്ര അനുഭവജ്ഞാനവും അത്ര ടാലൻറ്റും അവരിൽ വികസിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കൊച്ചു ബിസിനസ് പോലും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ആരും തോൽവി സംഭവിക്കുന്നില്ല. ഒരു ബിസിനസ്സിനും തോൽവി സംഭവിക്കുകയില്ല ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ. ഈ ടാറ്റായും ബിർളയും ഒക്കെ ഈ വലിയ രീതിയിൽ പോയവരല്ല. അവരുടെയൊക്കെ ചരിത്രം സന്തോഷ് കുളങ്ങര പറയുന്നുണ്ട് ചില എപ്പിസോഡുകളിൽ. അത്ര മോശമായ ചുറ്റുപാടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നവരാണ്. നമ്മൾ ഓർത്ത് വയ്ക്കണം. അല്ലാതെ ബിസിനസ് ഒരു മോശം സംഗതിയല്ല. എല്ലാം കൊണ്ടും ഏത് വശത്ത് നോക്കിയാലും ബിസിനസ് നല്ലതാണ്. എല്ലാ ബിസിനസ് കൊണ്ടാണ് മുന്നോട്ട് പോകാം. ഏത് ബിസിനസ്, എന്തും ബിസിനസ് ആക്കിയെടുക്കാം. സ്വന്തക്കാരെല്ലാം ഉണ്ടെങ്കിൽ ബോംബെയിൽ ഒരാഴ്ച താമസിച്ചാൽ മതി. അവിടെ ഒന്ന് കറങ്ങിയാൽ മതി. ബോംബെയിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് അവിടെ നിന്ന് പഠിച്ചു പോരാം. ഇതൊന്നും ആവശ്യമില്ല. അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭാവനയിൽ കണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവും. ദയവായിട്ട് ഇതൊന്ന് സ്വീകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.